നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലസ്തീൻ രാഷ്ട്രീയ നേതാവ്, വെസ്റ്റ് ബാങ്കിലെ ബിർസെയ്ദ് സർവകലാശാലയിലെ ചരിത്ര പ്രൊഫസർ, ആദ്യത്തെ ഇൻതിഫാദയുടെ റാമല്ല മേഖലയിലെ പ്രധാന നേതാക്കളിൽ ഒരാൾ, പലസ്തീന്റെ മണ്ടേല, പാമ്പിന്റെ തല എന്ന് വിശേഷിപ്പിക്കുന്ന മർവാൻ ബർഗൂട്ടി. ഈ തല ഇപ്പോൾ പുറത്തേക്ക് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോൾ കുറ്റവാളി കൈമാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ്. ഹമാസിന്റെ പ്രധാന ആവശ്യം മർവാൻ ബർഗൂട്ടിയെ ജയിൽ മോചിതനാക്കണം എന്നതാണ്. 2023 ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിനിടെ ഏകദേശം 250 ഇസ്രയേൽ സൈനികരെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു. കുറ്റവാളി കൈമാറ്റത്തിലൂടെ ഇവരെ വിട്ടയക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ബർഗൂട്ടിക്ക് ജയിൽ മോചിതനാകാനുള്ള സാധ്യതയും തെളിയുന്നത്. ഇസ്രയേൽ വർഷങ്ങളായി തടങ്കലിലാക്കിയിരിക്കുന്ന ബർഗൂട്ടി ഉൾപ്പെടെയുള്ള കുറ്റവാളികളെ വിട്ടയക്കാൻ നെതന്യാഹുവിന് സമ്മർദ്ദമേറുകയാണ്. അതിനാൽ കൈമാറ്റം ഉടൻ നടന്നേക്കുമെന്നാണ് വിവരങ്ങൾ. അപ്പോൾ പലസ്തീൻ കാത്തിരിക്കുകയാണ്. വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ദശാബ്ദങ്ങളായി ഇസ്രയേൽ ജയിലിലടച്ച പലസ്തീന്റെ മണ്ടേല എന്ന അവരുടെ നേതാവ് തിരിച്ചെത്താൻ. ജയിൽ സന്ദർശനം വിലക്കിയതിന്റെ പേരിൽ 1.5 വർഷമായി കാണാതിരിക്കുന്ന പ്രിയതമനു വേണ്ടി ഭാര്യ ഭദ്വയും 4 മക്കളും മറ്റൊരിടത്ത് കാത്തിരിക്കുന്നു. ബർഗൂട്ടി ഒരേ സമയം സമാധാനപ്രിയനും തീവ്രവാദിയുമാണ്. ബർഗൂട്ടി മോചിപ്പിക്കപ്പെട്ടാൽ പലസ്തീനിലെ സംഘർഷത്തിന്റെ വ്യാപ്തിയിലും ദിശയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ രഹസ്യമായി ബർഗൂട്ടിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സഹോദരനുമായി ചർച്ചകൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ബർഗൂട്ടിയെ മോചിപ്പിച്ചാൽ ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കരുത് എന്ന ഉറപ്പ് വാങ്ങാനാണ് രഹസ്യ സന്ദർശനം നടത്തിയതെന്ന അഭ്യൂഹങ്ങളും പുറത്തുവന്നിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ബർഗൂട്ടിയെ പോലെ ഹമാസിന്റെ ഇപ്പോഴത്തെ നേതാവ് യഹ്യ സിൻവറും 2011 കുറ്റവാളി കൈമാറ്റത്തിലൂടെ മോചിതനായ ആളാണ്. ഫ്രഞ്ച് ഇസ്രയേലി സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ കൈമാറിയതിന് പകരമായാണ് 1000-ലേറെ വരുന്ന മറ്റു തടവുകാർക്കൊപ്പം സിൻവാർ ഗാസയിലേക്ക് തിരിച്ചെത്തിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതായിരുന്നു നടപടി. അതുപോലെ ഹമാസ് തടവിലാക്കിയ ഇസ്രയേൽ സൈനികർക്ക് പകരമായി സിൻവാറിനെ പോലെ ബർഗൂട്ടിയും പുറത്തിറങ്ങുമെന്നാണ് വിവരങ്ങൾ. എന്നാൽ ബർഗൂട്ടി പുറത്തിറങ്ങിയാൽ അത് സംഘർഷങ്ങളുടെ സ്ഥിതിയെ പാടെ അട്ടിമറിക്കുമെന്നും കൂടുതൽ കലുഷിതമാകുമെന്നും ചില രാഷ്ട്രീയ വിദഗ്ധർ വിശകലനം ചെയ്യുന്നു. 2 ദശാബ്ദത്തിലേറെ നീണ്ട തടവ് ശിക്ഷ ബർഗൂട്ടിയുടെ ചിന്തകളെ കൂടുതൽ തീവ്രമാക്കിയിട്ടുണ്ടാകുമെന്നും അത് തങ്ങൾക്ക് പ്രതികൂലമായിരിക്കുമെന്നുമാണ് ഇസ്രയേലിന്റെ ആഭ്യന്തര ചാര ഏജൻസിയായ ഷിൻബെറ്റും വിലയിരുത്തുന്നത്. പലസ്തീനിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരനും സാമൂഹിക പ്രവർത്തകനും തീവ്രവാദ സംഘടനയുടെ നേതാവും കൂടിയാണ് മർവാൻ ബർഗൂട്ടി. കാലങ്ങളായി ഇയാൾ നടത്തിവന്ന വിമോചന മുന്നേറ്റങ്ങളുടെയും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും ഫലമായിരുന്നു പലസ്തീൻ ജനത അദ്ദേഹത്തിന് നൽകിയ പലസ്തീന്റെ നെൽസൺ മണ്ടേല എന്ന വിളിപ്പേര്. 2 ദശാബ്ദങ്ങൾക്ക് മുൻപ് 5 ഇസ്രയേൽ പൗരന്മാർ കൊല്ലപ്പെട്ട തീവ്രവാദ നീക്കത്തിന് ഉത്തരവിട്ടുവെന്ന കേസിലാണ് കോടതി ബർഗൂട്ടിയെ ജയിലിലടച്ചത്. പലസ്തീന്റെ പൊതുമധ്യത്തിൽ നിന്ന് ഇത്രയും കാലം വിട്ടുനിൽക്കുകയാണെങ്കിലും മേഖലയിലെ മറ്റേത് രാഷ്ട്രീയക്കാരനും ഉള്ളതിനേക്കാൾ വലിയ ജനപ്രീതിയാണ് ബർഗൂട്ടിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ബർഗൂട്ടി പുറത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അത്ര സുഖകരമല്ല. ഇയാളെ വിട്ടയക്കാതിരിക്കാൻ ഇസ്രയേൽ പരമാവധി ശ്രമിക്കും. കാരണം സിൻവാറിനെ പുറത്തുവിട്ടതിന്റെ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു തലവനും കൂടി പുറത്തേക്ക് വന്നാൽ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് ഇസ്രയേലിന് വ്യക്തമായി അറിയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.